ഹലോ, ഞാൻ ദേ ഇത്ര ഹാപ്പിയായി റെഡി ആയിട്ട് പോകുന്നത് വേറെ ഒന്നുമല്ല, എമ്പുരാൻ മൂവി കാണാനാണ്. അതും ബ്രൈറ്റണിൽ. അങ്ങനെ ബസ്സിലൊക്കെ കയറി ഈ കാണുന്ന ബീച്ച് കണ്ടോ? ഇത് ഞങ്ങളുടെ വേർതിങ് ബീച്ചാണേ. സൂപ്പറല്ലേ കാണാൻ? ഈ ബസ്സിൽ പോകുമ്പോൾ തന്നെ നമുക്കൊരു കിടിലൻ വ്യൂസൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാം. അപ്പോഴാണ് ദേ ഇത് വന്നത്. വേറൊന്നുമല്ല, നല്ല തലവേദനയും അതുപോലെ തന്നെ വോമിറ്റിംഗ് ടെൻഡൻസിയും. എന്തായാലും ഞാൻ വീഡിയോ എടുക്കുന്നത് നിർത്തിയില്ല. പിന്നെ ആ സൈഡിലോട്ട് മാറിക്കിടന്നിട്ട് ഞാൻ ഓരോ വീടുകളുടെയും വീഡിയോസ് എടുത്ത്. നല്ല രസമുണ്ടല്ലേ കാണാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടുത്തെ വ്യൂ. അങ്ങനെ ഓരോ വീടുകളും എടുത്തിരുന്നപ്പോഴാണ് ഞങ്ങളുടെ സ്റ്റോപ്പ് എത്താറായത്. അങ്ങനെ ഞങ്ങൾ ബ്രൈറ്റണിലെത്തി. ഇനി ബ്രൈറ്റണിൽ നിന്ന് കുറച്ചുകൂടി പോയാൽ മതി. ഇപ്പം നിങ്ങൾ കാണുന്ന ബ്രൈറ്റണിലെ ഓരോ സ്ഥലങ്ങളൊക്കെയാണ്. ഇനി ഞങ്ങൾ ബസ് ഇറങ്ങാറായി. ബസ്സൊക്കെ ഇറങ്ങി. ഇനി ഒരു ബസ്സും കൂടെ ഞങ്ങൾക്ക് പിടിക്കാനുണ്ട്. സോ ആ സ്റ്റോപ്പിലോട്ട് ഞങ്ങൾ വേഗം നടക്കുക, കാരണം ലേറ്റായി. അങ്ങനെ ഇരുന്നപ്പം പെട്ടെന്ന് തന്നെ ബസ് കിട്ടി. ഞങ്ങളത് നെക്സ്റ്റ് ബസ് കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നല്ല ഡിലേ ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു 12:45 കഴിഞ്ഞ്. ഞങ്ങളുടെ ഷോ എന്ന് പറയുന്നത് 1 മണിക്കാണ്. അറിയില്ല ഇനി ഫസ്റ്റൊക്കെ മിസ്സാവോ എന്തോ. അവിടെ ചെന്നിട്ട് നോക്കണം. എന്തായാലും ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടില്ല. അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കാനാണ്. ഇത്രയും താമസിച്ചോണ്ടേ ഇനിയിപ്പം ഒരുപാട് താമസിക്കുകയാണെങ്കിൽ എന്തായാലും വേറൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കും ഇന്നത്തെ ഷോ. എന്നിട്ട് ഇവിടെ ഫുൾ കറങ്ങും. അത്രേ ഉള്ളൂ പ്ലാൻ. അറിയില്ല, നോക്കട്ടെ, കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ സിനി വേൾഡിലെത്തി. അവർ പറഞ്ഞത് മൂവി തുടങ്ങിയിട്ട് ഒരു 10-20 മിനിറ്റ് ആയെന്ന് പറഞ്ഞ്. അപ്പോൾ സ്ക്രീൻ 8-ലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇതേ പൊയ്ക്കൊണ്ടിരിക്കുക. ഇതാണ് അങ്ങനെ അതേ മൂവിയൊക്കെ കണ്ട് ഞങ്ങൾ ഇനി ബ്രൈറ്റനൊക്കെ ഒന്ന് കാണാനായിട്ട് പോവാണേ. തിരിച്ചതേ അടുത്ത ബസ്സിൽ കയറി ഞങ്ങൾ ബ്രൈറ്റൺ ബീച്ചിലോട്ട് പോവാണേ. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ദേ ബ്രൈറ്റൺ പിയർ എത്തി. ഈ കാണുന്ന കേട്ടോ ബ്രൈറ്റൺ ബീച്ച്. ചെറിയൊരു കാറ്റ് അതുപോലെ തന്നെ ചെറിയൊരു തണുപ്പും ഉണ്ടായിരുന്നു. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ പിയറിൽ കുറേ റൈഡ്സ് ഉണ്ട് കേട്ടോ. നമുക്കാണ് ബില്ല് പേ ചെയ്ത് കഴിഞ്ഞാൽ ഈ റൈഡുകളിലൊക്കെ കയറാൻ പറ്റും. പക്ഷേ ഇന്ന് വലിയ തിരക്കൊന്നുമില്ല. വീക്കെൻഡ്സിൽ മാത്രമേ ഉള്ളൂ ഇവിടെ തിരക്കൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് നടക്കാമെന്ന് വെച്ചു. ആൾക്കാരും റൈഡുകളിലും കയറുന്നില്ല. പിന്നെ ഈ റൈഡിൽ കയറാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ അധികം ആളില്ലാത്തതുകൊണ്ട് അവർ ആ റൈഡ് ഓടിക്കുന്നില്ലായിരുന്നു. പിന്നെ ഈ ബീച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ദേ സൺസെറ്റായി. ഇതായിരുന്നു മെയിനായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന മൊമെൻറ്റ്. എങ്ങനെ ഉണ്ടെന്നൊന്ന് കാണണമായിരുന്നു ബ്രൈറ്റണിൽ. നല്ല രസമുണ്ട്. ആൾക്കാരൊക്കെ ഈവനിങ് വോക്കിന് വരാൻ തുടങ്ങി. വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു ആ ടൈമിൽ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തണുപ്പേ ഉള്ളൂ. പിന്നെ ഈ കാണുന്നതാണ് ബ്രൈറ്റൺ 360. പിന്നെ ഈ കാണുന്നത് കണ്ടോ, അവിടുത്തെ ഇൻവേർട്ടഡ് ഹൗസാണ്. ഇതൊക്കെ ക്ലോസ്ഡ് ആണ് ഇപ്പം ടൈം ഇവിടുത്തെ 7:30 കഴിഞ്ഞു ഈവനിങ്. എന്തായാലും വീട്ടിൽ പോകാൻ സമയമായി. അങ്ങനെ ബ്രൈറ്റണിൽ നിന്ന് ഞങ്ങൾ പോവാണേ. നല്ല വ്യൂ ഒക്കെ കണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.